കാലവും മാറി, കോലവും മാറി, കാത്തിരിപ്പുകളുടെ അർത്ഥങ്ങളും മാറി. പക്ഷേ ആരൊക്കെ മറന്നാലും എന്തൊക്കെ മാറിയാലും മലയാളികൾ അവരുടെ സ്വന്തം മാവേലി തമ്പുരാന്റെ വരവ് കൊണ്ടാടും. ഇല്ലേൽ തമ്പുരാൻ തന്നെ പ്രജകൾക്കിടയിൽ വന്ന് ആഘോഷിക്കും. അങ്ങനെ ഒരു ഓണക്കാലം കൂടെ വന്നെത്തി. ആർപ്പുവിളികളുടെയും ആഘോഷങ്ങളുടെയും കാലം. ഹലോ പറമ്മാ. ഗുഡ് മോർണിംഗ്. നീ എന്താടി വീഡിയോ കോള് കട്ടാക്കിയേ? ബാത്റൂമിലാ, റെഡി ആയിക്കൊണ്ടിരിക്കുക. ഓക്കെ ഓക്കെ. ഇത്രയും നേരമായിട്ട് ബാത്റൂമിലോ? നിനക്കിന്ന് ക്ലാസ്സിലൊന്നും പോകണ്ടേ? ഇതുവരെ റെഡി ആയില്ലേ? ഇപ്പൊ ക്ലാസ്സിലും പോകത്തില്ല. റെഡി ആയിക്കൊണ്ടിരിക്കാന്ന്. അതെ, നീ ഓണത്തിന് വീട്ടിലേക്ക് വരത്തില്ലെന്നുള്ളത് ഉറപ്പാണോ? അത് ഉറപ്പാ. ഇപ്രാവശ്യം എന്തായാലും ഞാൻ ഓണത്തിന് അങ്ങോട്ടേക്ക് ഇല്ല. ഓൾറെഡി ഒരുപാട് പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ഇനിയിപ്പോ വെറുതെ സമയം കളഞ്ഞ് അങ്ങോട്ട് വന്ന് അതൊക്കെ ടാസ്ക് അമ്മ. ഞാൻ എന്തായാലും പപ്പയോട് പറഞ്ഞു നോക്കി, പക്ഷെ പപ്പ ഇതുവരെ സമ്മതിച്ചിട്ടൊന്നുമില്ല. ഞാൻ ഒന്നുകൂടെ ഒന്ന് നോക്കാം. ഹലോ, നീ കേട്ടില്ലേ? ഹലോ. ശരി, ഞാനേ റെഡി ആവട്ടെ, ടൈമായി. അതെടി, മറ്റേ നമ്മുടെ ടാനി എവിടെ? അവള് ബാത്റൂമിലാ. ബാത്റൂമിലോ? നീയല്ലേ പറഞ്ഞോട് ഒരു ബാത്റൂമേ ഉള്ളെന്ന്. നീ ഒരുമിച്ചാണോ? അല്ല, അവള് പല്ലേക്കാ. ശരി അമ്മ, ഞാനേ പോട്ടെ, ടൈമായി. സംസാരിച്ചിരിക്കാൻ സമയമില്ല. ഹലോ. പൊട്ടി, നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ട് അമ്മ വിളിക്കുമ്പോ സംസാരിക്കണ്ടെന്ന്? നീ ഒന്നും മിണ്ടിയില്ല. നിന്റെ ചെറിയൊരു ശബ്ദം കേട്ടാ മതി എല്ലാം തീരാൻ. അതെ, പഠിത്തൊക്കെ നിർത്തി തിരിച്ച് വീട്ടിലോട്ട് പോവാൻ പറയും. പുറത്തു പോയി ഉണ്ടാക്കും. ശരി ചേച്ചി. അതൊന്ന് എണീക്കോ രണ്ടും. ഓണത്തിനെ കൊടൈക്കനാൽ പോക്കൊക്കെ മൂഞ്ചി നട്ടാ തോന്നണത്. ഇവിടെ നിക്കണ കാര്യം പപ്പ സമ്മതിച്ചിട്ടൊന്നുമില്ല. അപ്പൊ എന്താക്കും? എന്തേലും വഴി ഉണ്ടാക്കാ. ഞാനി പോയില്ല വെച്ചാ പപ്പ എന്നെ കാണാൻ ഇങ്ങോട്ട് വരും. അയ്യോ, എന്ത് പറയും? പ്ലാൻ ചെയ്തൊക്കെയാ. എടാ നോക്കട്ടെ, എന്തേലും സെറ്റാക്ക. ഈ ടെൻഷൻ ആവല്ലേ. ഞാൻ പറഞ്ഞു നോക്കിണ്ട്, എന്തേലൊക്കെ ഓക്കെ ആവുമായിരിക്കും. ശരി മതി, എണീക്ക്. ക്ലാസ് കിട്ടിയത് ഞാൻ അടുത്ത പ്രശ്നമാവും. വാ, കോളേജിൽ പോണ്ടേ? എണീക്ക്. റെഡി. ഇന്ന് ലേറ്റ് ആയി കഴിഞ്ഞാൽ പുള്ളി നമ്മളെ വിളിച്ച് പുറത്താക്കൂട്ടാ. അതൊക്കെ കഴിഞ്ഞിട്ട് റെഡിയാക്കി ക്ലാസ്സിൽ പോകണമെന്ന് മൂടില്ല. അതെ, എന്താ മൂടില്ലാത്തെന്നറിയോ? നിന്റെ മനസ്സിൽ ഇപ്പോഴും ന്യൂസിലൻഡ് കൂടി കിടക്കുക. നീ ഒരു കാര്യം മനസ്സിലാക്കോ, നിന്റെ വീട്ടിൽ നിന്ന് ന്യൂസിലൻഡ് എന്നല്ല, ഇന്ത്യ എന്നല്ല, പഞ്ചായത്തിന് പുറത്തുപോലും വിടാൻ പോലുള്ള ആ തിരിച്ചറിവ് എനിക്ക് ഉണ്ടാവണം. നല്ലതാ. മോനെ, ഞാനതൊക്കെ പോകും. ഈ ഓൺലൈൻ ക്ലാസ്സിന്റെ ഒപ്പം തന്നെ ഞാൻ അതൊക്കെ സെറ്റ് ചെയ്യും. അതെ, നീ കൊച്ചിയിൽ വന്ന അന്ന് പോലും പറഞ്ഞ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചോ. നിന്റെ ഈ പോക്ക് ഭയങ്കര റിസ്ക്കാ. മര്യാദക്ക് ഞാൻ ചെയ്യണമല്ലോ, ചെയ്യുന്ന കാര്യത്തിൽ ഒരു ശ്രദ്ധ നൽകണം. നല്ലതാ. വൃത്തിക്ക് പഠിക്കണ ഒരാള് നീ ആ ഡയലോഗ് എന്നോട് പറയലട്ടാ. ആ ടാനിയെ നിന്നോട് എസ് പറയാത്തോണ്ടല്ലേ നീ ഇപ്പോഴും ഇവിടെ കേൾക്കണത്.
അത് ആർക്കട അറിയാത്ത ഈ കാര്യങ്ങളൊക്കെ കേക്കട്ടെ. അവള് ഫ്രണ്ട്ഷിപ്പ് സോ മാറ്റി കഴിഞ്ഞാൽ നീ ഈ പണിയും നിർത്തി വീട്ടിൽ പോകുന്ന എനിക്കറിയാലോ. ആര് പറഞ്ഞു? എനിക്കെന്റെ ഭാവിയാണ് പ്രധാനം. ഭാവിയാ? അയ്യടാ എന്റെ തന്ത പറയണ ഡയലോഗ് നീ എന്നോട് പറയല്ലേ. ലേറ്റ് ആയി. മൂടങ്ങ് പോയി. എനിക്ക് വിശക്കണു. എടാ നീ കെവിനോട് ഫുഡ് വാങ്ങിട്ട് വരാൻ പറ. അവനാ ഫുഡ് വാങ്ങണ്ടേ? എന്തായാലും 3 എഴുന്നേറ്റിട്ടുണ്ട്. രാവിലെ തന്നെ കുറെ ഒച്ചപ്പാടൊക്കെ ഉണ്ടായിരുന്നു നടന്നു. ആണോ? എടാ അതെ അവനെന്തോ ഹിഡൻ ബാങ്ക് അക്കൗണ്ട് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഗൂഗിൾ പേയിൽ മാത്രം അവൻ്റെ കാശില്ല. പക്ഷെ വൈകുന്നേരം ഒന്നും അതിൽ നിൽക്ക് കയറ്റാൻ പോകാൻ എൻ്റെ കാശുണ്ട്. എടാ അത് അവള് കൊടുക്കണേണ്. നോക്കി ഒരു കാര്യം ചെയ്യാം. ഇന്ന് വൈകുന്നേരം മുള്ളാണ്ട് വന്ന് പോകുമ്പോ പുറകേക്ക് പോവാം. അവ കയ്യോടെ നോക്കാല. അല്ല ഞാനിന്ന് വൈകുന്നേരം ഉണ്ടാവില്ല. ഞാൻ ഉച്ചയ്ക്ക് വരും. എന്തിന്? അത് എൻ്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട്. ഇങ്ങോട്ട് വരാനാ ഞാൻ പറഞ്ഞേക്കുന്നത്. ഏത് ഫ്രണ്ടാടാ? നീ അറിയുന്ന ഫ്രണ്ട് അല്ല. അതെ ഈ ടാനിക്ക് അനിയത്തിക്കൊന്നും ഇഷ്ടപ്പെടില്ല കേട്ടോ. ചുമ്മാ ഡാർക്കാക്കാൻ നിൽക്കണ്ട. ആ അതിന് അവര് വൈകുന്നേരം വരുമ്പോഴത്തേക്ക് അവളങ്ങ് നോക്കോളും. അവളും അവളല്ല അവൻ. അവൻ പോയി കുളിക്കട്ടെ. കുളിക്ക്. എന്താ ആലോചിക്കുന്നേ? എടാ എനിക്കിത് വർക്ക് ആവും നല്ല ഡൗട്ട് ഉണ്ട്. ശരിയാക്കാറില്ല. സെറ്റിംഗ്സ് ഒക്കെ മാറ്റിയില്ല. പിന്നെന്താ? ഓ കോപ്പം അതല്ല, നമ്മുടെ റിലേഷൻ. നെഗറ്റീവ് ഒന്നും അല്ല. നീ ഒട്ടും സീരിയസ് അല്ല. നിനക്ക് പഠിക്കണമെന്നോ സെറ്റിൽ ആവണമെന്നോ അങ്ങനെ ഒരു തോട്ട് പോലും ഇല്ല. ഓ തോട്ടങ്ങി. നിനക്ക് രാവിലെ എന്തെങ്കിലും നെഗറ്റീവ് പറയില്ലേ? ഒരു സമാധാനം ആവത്തില്ലേ? രണ്ടെണ്ണം തുടങ്ങിയാ ഈ ക്ലാസ് എത്തുമ്പോ കൊണയായിരിക്കും. രണ്ടിനെ സമാധാനിപ്പിക്കാൻ ഞാൻ ഇനി വരില്ലാട്ടാ. എടി നീ തന്നെ ഇന്നലെ കണ്ടല്ലേ, ഞാൻ അവനൊന്നൊരു ഹഗ് ചെയ്യാൻ പോയപ്പോ അവനെന്നെ അങ്ങനെ തട്ടി മാറ്റി. ഇത് ഇന്നലെ പറഞ്ഞ് സോൾവ് ആക്കിയതല്ലേ, പിന്നെ എന്തിനത് വലിച്ചിടുന്നേ? പറഞ്ഞു കൊടുക്ക്. നീ എന്നും ഇവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചോട്ടോ. ഉള്ളവരെന്നെ പറഞ്ഞ എടി അങ്ങനെ അല്ല, എനിക്ക് പല കാര്യങ്ങളും ഇപ്പഴാ ഫീൽ ആവുന്നത്. ഇതിനൊരു സൈഡ് ചിക്ക് ഉണ്ട്. ഓവർ തിങ്കിങ് ഒന്നല്ല. ആ മറിയില്ലേ അത് എന്റെ സൈഡ് ചിക്കാ. ഡെയിലി നൈറ്റ് മെസ്സേജ് അയക്കുന്നത് ഞാൻ അറിയില്ലെന്ന് അവന്റെ വിചാരം. മറിയൊന്നല്ല, നീ അവന്റെ സഹിച്ചിക്ക്. അല്ല ചില എന്റെ ഫീലിങ്സിനോട് ആർക്കും റെസ്പെക്ട് ഒന്നും ഇല്ലല്ലോ. ആ മതി, എന്റെ കെവിനെ എനിക്കറിയാം. മുത്താടാ. അപ്പൊ നമ്മളാണ്. അത് ശരി. അതെ എനിക്ക് വേണം പോവാൻ. വിശക്കണ എനിക്ക്. വാ ഒന്നേ പോവാ. അതോ നിങ്ങൾ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വരുന്നുള്ളൂ? അനീറ്റ പറയും പോലെ. അയ്യടാ വാ നടക്ക് പോവാ. അത് നിമ്മോൻ പോയിട്ടുണ്ടില്ലേ? സുഖിച്ച് നിക്കുവായിരുന്നല്ലേ? അതെ അധികം സുഖിച്ച് നിക്കണ്ട. അവള് നിന്ന് തളർന്നപ്പോ നിന്റെ പുറത്തൊന്ന് ചാരി നിന്നേ ഉള്ളു. പിന്നെ ഒലക്കാണ്. ഒന്ന് പോയടാ ചുമ്മാ. അവള് ഉച്ച കഴിഞ്ഞ. അല്ല അവൻ ഉച്ച കഴിഞ്ഞ് വരുവുള്ളു. നീ എന്തിനാ? നീ വരണ്ട. നീ വന്നു കഴിഞ്ഞാ അവൾ ഭയങ്കര അല്ല അവൻ ഭയങ്കര അൺകംഫർട്ടബിൾ ആവും. കഷ്ടപ്പെടുന്നു. എന്തിനാ? ഇല്ല കത്തില്ല. പോലെ പോവാ. വാടാ. ഇവനെന്താ ഇവന് ഭ്രാന്തുണ്ടാ? കുറച്ചുള്ളതായിട്ട് എനിക്ക് അറിയാം. അതല്ലടി, എന്നാലും ഇവനെന്തിനാ നിർമ്മല ക്ലോസ് ആയിട്ട് ബാക്കി? അവനെന്ത്? അവനെങ്ങനെ പോയ? അവൻ പോയി ഫ്രണ്ടിനെ കാണാൻ. പോയല്ലേ? പോയി. നിങ്ങൾക്ക് കേട്ടിട്ട് ഒന്നും തോന്നിയില്ല? എന്തോന്ന് നിങ്ങൾക്ക് അവൻ പോയിന്നോണ്ട് ഒന്നും തോന്നിയില്ല? ചുമ്മാ വലിച്ചിട്ട് എന്റെ കാര്യം പറ. എടി ഇത്ര നാൾക്കിടെ എന്തെങ്കിലും നമുക്കിടയിൽ ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ടോ? എടി അവന്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളുടെയും കൂടെ കൂട്ടിയാ എന്താ? ഞാൻ അവൻ്റെ എന്നോട് ചെന്നിട്ടെന്ന് വെച്ചപ്പോൾ അവൻ പറയാ അവന്റെ ഏതോ ഫ്രണ്ടാണ് വന്നത്, അവൻ ഇൻട്രോട്ടറാണ് ഇൻവെർട്ടറാണ് എന്തൊക്കെയോ പറയണ്ടായിരുന്നു. എന്റെ പൊന്നു ഉമ്മരെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും ഞാൻ? എടാ എന്റെ പൊന്നടാ ശരിക്കും ഇവിടെ എന്തോ ഒരു ഉടായ്പ ഉണ്ടവന്. ഒന്ന്
ഒന്ന് പോരാന്ന്. അവന് വല്ല പ്ലാൻ ഉണ്ടെങ്കിൽ നമ്മളോടൊന്ന് പറഞ്ഞാൽ പോരെ. എന്താ കള്ളം പറയുന്നത്? പ്ലാൻ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി അതല്ലേ? അത് തന്നെയാണ് എനിക്ക് മനസ്സിലാവുന്നത്. എനിക്ക് ഇഷ്ടമല്ലാത്തൊരു മാതിരി. ടാനി എടി അവൻ നമ്മൾ പറ്റിക്കുവാടി. അവന് ഏതോ പെണ്ണിനെ വിളിച്ച് വീട്ടിൽ കയറ്റാനാ പ്ലാൻ. ഒന്ന് പോരാ. നീ ഒന്ന് പോയ ഒരുമാതിരി അമ്മമാരെ പോലെ സംസാരിക്കാണ്ട്. ടാനി എടാ നീ എന്നാലും എന്റെ പവനെ മോശം മോശം ശരിയാണ്. മോശം ആടാ കാണിച്ചു തരാം കേട്ടോ. ആരാ മോശക്കാരന് കാണിച്ചു തരാം. നിർമ്മലേ എടാ കള്ള നിന്റെ ഒരു ഫ്രണ്ടും ഒരു ഇൻവെർട്ടറും കാണിച്ചു തരാട്ടാ ഞാൻ. ഒരു ഇതൊക്കെ നിർമ്മലാണ്, ഇൻവെർട്ടറാണ്, വാങ്ങിയാണ്. അല്ലെങ്കിൽ വേണ്ട ബെല്ലടിക്കണ്ട, അങ്ങനെ കൈയോടെ അങ്ങ് വെക്കാം. അവൻ്റെ ഫ്രണ്ടും ഇൻവെർട്ടറും നിർമ്മലേ ആർക്കും മനസ്സിലാവാണ്ടിരിക്കാൻ വേണ്ടി അതൊക്കെ കൂട്ടിയിട്ട് ടെറസിൽ കൂടെ കയറിയേക്കണേ. നിർമ്മല മോനെ എന്നെ കയ്യോടെ തൂക്കിയിടാ. എന്താ വരാത്ത? ആ എത്തി. നീ എന്താടാ പറഞ്ഞ? ഞാൻ മോശക്കാരനാണെന്നല്ലേ? ആ ആരാ? അമ്മാവനാ? എന്തൊക്കെയായിരുന്നു? മോശക്കാരൻ, അമ്മാവൻ. ചെല്ലി റൂമിന്റെ അകത്ത് ഉണ്ട് രണ്ടും. ശരിക്കും കണ്ട ഒരു പെണ്ണിനെ? ഇല്ല, നമ്മുടെ വീട്ടിലൊരാൾ വന്ന് എനിക്ക് മനസ്സിലാവൂലേ? ചിലപ്പോ ലവറായിരിക്കും. ഓ ഒരു ചാൻസ് ഉള്ളത് ലവറൊന്നും ആയിട്ട് പൊടി. അത്ര വൃത്തിയിട്ടാണ് അവൻ. അവൻ അത്ര വൃത്തിയിട്ടവരാ. രണ്ടുപേരും ഞാൻ പൂട്ടിയിട്ടുണ്ട് അതിന്റെ അകത്ത്. ചെല് അവര് പോലും അറിഞ്ഞിട്ടില്ല ഞാൻ പൂട്ടിയിട്ടേ. ഞാൻ അവനെ കുറിച്ച് ഇങ്ങനെ നല്ല വിചാരിച്ചത്. നീയോ ഞാനും എല്ലാരും അങ്ങനെയൊക്കെ തന്നെ. എടാ വെറുതെ കാര്യം അറിയാതെ ഓരോ സംസാരിക്കല്ലേ. വിശ്വസിക്കണ്ട, ഞാൻ പൂട്ടിയിട്ടുണ്ട്. വാ എഴുന്നിട്ടു രണ്ടുപേരും കയ്യൂടെ എടാ എടാ ഇതൊക്കെ വല്ല പ്രശ്നമായി വീട്ടിലിറങ്ങി നമ്മൾ എല്ലാത്തിനും പൊക്കും. ഇതൊക്കെ ആലോചിക്കുമ്പോ തന്നെ ടെൻഷൻ ആവാ. ശരിയാടാ. ഇതേ ഞാൻ കയ്യോടെ പൊക്കിക്കൊണ്ടെന്നാ രക്ഷപ്പെട്ട്. ഇല്ലായിരുന്നെങ്കിലോ എന്ത് പറ്റിയത്? ഇടി സ്ഥിരം പരിപാടി ആക്കിയത്. എടാ നീ ഒന്ന് നിർത്ത്. നിനക്ക് ഉറപ്പാണോ അതിന്റെ അകത്തുണ്ടെന്ന് ആള്? ഉറപ്പാണ്. ഞാനത് കണ്ടുപിടിച്ചല്ലേ. നീ കൂടുതലൊന്നും പറയടാ. പാല് പറഞ്ഞേ തോന്നണം. അപ്പൊ ഇതിനകത്താര്? ഞാനല്ലോ ഞാൻ അവിടെ ഇരിക്കല്ലേ. നിന്നെ നേരത്തെ പൂട്ടിയിട്ടാണല്ലോ എന്റെ അടുത്ത്. എന്ത് അവനൊക്കെ പോയി. അവനൊന്നും നിങ്ങളൊന്നും വന്നില്ല. 3 മണിക്ക് അവന് ട്രെയിൻ ഉണ്ടായിരുന്നു. ആ വീട്ടിൽ പോയി. കള്ള കള്ള എടാ നിർമ്മല് കള്ള എടാ കള്ള പിരിങ്കള്ള. നീ നോണ പറയല്ലേ? ഈ ഫുഡ് ഒക്കെ ഉള്ളല്ലേടാ? ഇത് നമുക്ക് എല്ലാവർക്കും ഉള്ള ഫുഡ്. ഇതിന്റെ അകത്തുള്ള ചേച്ചിക്കുള്ളല്ലേ? ചേച്ചിയാ? ഏത് ചേച്ചി? കളിക്കല്ലേ നിർമ്മലേ മോനെ. കാര്യം പറ. ആ ചേച്ചിക്കുള്ളല്ലോ. ചേച്ചിയാ? പിന്നെ എന്താ നീ വിളിക്കണേ? ആന്റിന്നോ? നിങ്ങൾ അഭിനയിക്കാണോ? അഭിനയിക്കണം. എടി ഇവനെന്താ വട്ടായ? ഇത് എന്തൊക്കെയാ നിങ്ങൾ പറയണേ? അപ്പൊ അത് ചേച്ചി ആരാണ്? ഏത് ചേച്ചി? എനിക്കൊന്നും മനസ്സിലാവണം. ഞാനേ കൂട്ടിയിട്ടാ പോയത്. നീ പുറത്തു പോയി കാണും. ചേച്ചി അതിൻ്റെ അകത്ത് ഉണ്ടാവില്ലോ. അല്ല സോറി ആന്റി അതിൻ്റെ അകത്ത് ഉണ്ടാവില്ലോ. ഞാനല്ലേ കൂട്ടിയത്. എടാ നീ ഒന്ന് തുറക്ക്. തുറക്കട്ടെ.
നോക്ക് 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 കണ്ട 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 ഉറക്കൊഴിഞ്ഞിട്ടില്ല എന്തോന്നാടേ ഇത് ഞാനല്ലടാ ഇത്. അയ്യേ തുണിയില്ലേ എടാ ഇതൊരാണാ. അയ്യേ എടാ നീ ഏ? അയ്യേ നിർമ്മലേ. എടാ എനിക്കറിയണോ എനിക്കിതാരാന്ന് പറഞ്ഞടാ. എന്താടാ ഇത് പോടാ. പോടാ. എടി ഇനി നിന്റെ ആരിലാണത്? കൂടിയാണോ എന്റെ ആരേലാണോന്ന് പിന്നെ ആരായാലും എന്താ പോലീസിനോട് ഇവിടെ കിടക്കണ. ആ ബെസ്റ്റ്. എന്നിട്ട് വേണം എന്റെ വീട്ടിലെല്ലാം അറിയാം. ഒന്ന് പോയടാ. എടാ എന്തായാലും ഒന്ന് വിളിച്ചോ അകത്ത്. നീ ഉടനല്ലേ നീ വേണം വിളിക്ക് ഒന്ന് ഒന്ന് വിളിയടാ ചേട്ടാ ചേട്ടാ നിങ്ങളൊക്കെ ആരാ? ഞങ്ങളുടെ വീട്ടിൽ കൊണ്ട് ഞങ്ങളാരാ കള്ളല്ലോടോ നോമോ കള്ളനോ? അങ്ക് കക്കാനാണ് കയറിയതെങ്കിൽ ഇവിടെ ഒന്നുമില്ല ഉള്ളവന്റെ വീട്ടിൽ പൊക്കും അതായിരിക്കും നല്ലത്. അയ്യ എന്താ ഈ പറയണേ? എനിക്ക് മോഷ്ടിക്കേണ്ട ആവശ്യമില്ല കുട്ടിയെ. നോമൊരു രാജാവാണ്. മക്കളെ നോം മഹാബലിയാണ്. നിങ്ങൾക്ക് വിശ്വാസം വരണില്ലല്ലേ? ഞാനിവിടെ ഒരു സാധനം വച്ചായിരുന്നല്ലോ. ആ, ആ. ഇപ്പൊ വിശ്വാസം വന്നില്ലേ? അയ്യേ മാവേലിയ ഇതൊക്കെ എവിടെന്ന് വാടകയ്ക്കെടുത്ത് വരുന്നു? കിരീടം ബാലക്കാരനൊന്നും ഇയാള്. വാടകയ്ക്കോ? ആ. ഇതോ? ഇതെല്ലാം ഒറിജിനലാണ്. ആ വിശ്വസിച്ച് വിശ്വസിച്ച് എല്ലാരും വിശ്വസിച്ച് ചേട്ടാ. എടാ കെവിനെ, എടാ ഇങ്ങനത്തെ സാധനമൊക്കെ ഇൻസ്റ്റയിൽ റീലിട്ടാ നല്ല വൈറലാവും. നീ വീഡിയോ എടുക്ക്. ചേട്ടാ ഇതൊക്കെ ഒറിജിനൽ ആണല്ലേ? അടിപൊളി, നല്ല രസമുണ്ട്. പക്ഷേ ചേട്ടാ പിരിവിന് വല്ലതും വന്നാണെങ്കിലല്ലോ ഇവിടെ കേറിയിട്ട് ഒരു കാര്യമില്ല. ഞങ്ങളുടെ ഒന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. എന്താ ഡോ, താൻ എന്തിനു വന്നാണേലും ബെഡ്റൂമിലാണോ കയറി കിടക്കുന്നത്? ബെഡ്റൂമിലാണ് നടക്കണേ ചോദിച്ചിട്ടില്ലേ? ആ എന്തിനാ ദേഷ്യപ്പെടണേ? നോം ഒരു ദൂരെ യാത്ര കഴിഞ്ഞ് വന്നതാണ്. അപ്പോൾ വിശ്രമിക്കാൻ തോന്നി, അതുകൊണ്ട് ഇവിടെ കയറി കിടന്നു. അത്രേ ഉള്ളൂ. ഇപ്പൊ വിശ്വാസം വന്നില്ലേ? അമ്മേ എന്തിനാ ഞാൻ എടാ കാണി എന്താണ് നോമോ പ്രേതമോ? നോം നിങ്ങളുടെ രാജാവാണ്. മഹാബലി തമ്പുരാൻ. മഹാബലി തമ്പുരാൻ നിങ്ങളുടെ സ്വന്തം മഹാബലി തമ്പുരാൻ. എന്താ മാവേലി നോക്കി. നമുക്കേ പുള്ളിയോട് ചോദിച്ചാലോ എന്താ പുള്ളിയുടെ പ്ലാൻ? സാധാരണ ഇവിടെ വന്നു കഴിഞ്ഞാൽ 1-2 ദിവസം കഴിഞ്ഞാൽ പുള്ളി പോകും. അപ്പോ ബഡിയുടെ ചെലവ് നമ്മൾ നോക്കേണ്ടി വരുമോ? പിന്നെ വേണ്ടി വരും. അല്ല ഞാൻ എന്താ പറയണെന്ന് വെച്ചാ നമുക്കങ്ങ് ഒഴിവാക്കാം. എനിക്ക് ഇപ്പോഴും വലിയ വിശ്വാസമൊന്നുമില്ല പുള്ളി ഒറിജിനലാന്ന്. വീഡിയോയിലൊക്കെ ഉണ്ടാക്കുന്നത് നിനക്ക് മനസ്സിലായില്ലേ? അങ്ങനെയല്ല, ഇനിയിപ്പോ പുള്ളി വല്ല മാജിക് കാണിച്ചാണെങ്കിലോ? Sometimes he might be a fraud. ഓ പിന്നെ ഒന്ന് പോയിടി. ഈ നാട്ടിൽ ഇത്രയും വീടുണ്ടായിട്ട് ഇത്രയും ദാരിദ്ര്യം പിടിച്ച് ഈ വീട്ടിൽ പുള്ളി വന്നിട്ട് പുള്ളിക്ക് എന്ത് കിട്ടാനാ? Whatever, but I too have a doubt in that. അതെ പുള്ളി ഞാൻ ഒറിജിനൽ ആണെങ്കിൽ മാവേലി പെട്ടിക്ക് ഇഷ്ടം പോലെ സൂപ്പർ പവേഴ്സ് ഉണ്ടാവും. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ രക്ഷപ്പെടണം. അതിനെ വന്നിരിക്കുന്നതേ സൂപ്പർമാനും ബാറ്റ്മാനൊന്നും അല്ല. ഓ മാവേലി അല്ലേ? നല്ല പവർ ഉണ്ടാവും. എൻ്റെ മാമൻ പറഞ്ഞിട്ടുണ്ടോ? അയ്യേ ആ ഈ ഊക്കുന്ന അതെ പുള്ളി എങ്ങനെ എന്തെങ്കിലും പവർ തരാനല്ലേ ഞാൻ ഒറ്റയ്ക്ക് എടുക്കും. ആ അതിവിടെ നടക്കത്തില്ല.
ഇവിടെ എന്താണെങ്കിലും എല്ലാവർക്കും ഈക്വലാ. അതിപ്പോ ഗുഡ് ആണെങ്കിലും ബാഡ് ആണെങ്കിലും അല്ലേ? നിക്ക ആദ്യം നമുക്ക് നൈസായിട്ട് പുള്ളിക്കാനോട് ചോദിക്കാം, എന്താ ചേട്ടൻ്റെ ഉദ്ദേശം? അതുള്ള എന്നാ പിന്നെ നീ പോയി ചോദിച്ചോ, ഞാൻ ചായ എടുക്കാം. അയ്യ, ഞാൻ ഒറ്റയ്ക്കാ. ചോദിക്കുവാണെങ്കിൽ എല്ലാവരും ഒരുമിച്ച് ചോദിച്ചാൽ മതി, ഞാൻ മാത്രമില്ല. എന്താ എന്ത് പറ്റി? ഒന്നുമില്ല, ഒന്ന് കാല് സ്ലിപ്പായതാ. ഓ ഇരിക്കുക എല്ലാരും ഇരിക്കുക. ചോദിക്കട്ടെ, മാവേലിയുടെ ചായ ചൂടുണ്ടേ. ആരാ ഉണ്ടാക്കിയേ? ഞാൻ തിളച്ച ചായയുടെ ഒറ്റ വലിക്ക് ഷാർജാശി കൂലി കുടിക്കണേ. എന്താ അവിടെ ഭയങ്കര തണുപ്പാ. അതുകൊണ്ട് ചൂടുള്ള എന്ത് കിട്ടിയാലും എനിക്ക് ആക്രാന്തമാ. ഓ, എവിടെയാ? അങ്ങ് പാതാളത്തിലേ. എന്താ അറിയണ്ടേ? അതെ, മാവേലി ചേട്ടനെ ഡ്യൂപ്ലിക്കേറ്റ് ആണോ അതോ ഒറിജിനലാണോ, ഇനി അത് ഫസ്റ്റ് കോപ്പി ആണെന്ന് അറിയാൻ വേണ്ടി ചുമ്മാ ചോദിച്ചേ. കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള ഉത്തരവൊക്കെ വഴിയെ കിട്ടും. അല്ല, നിങ്ങളെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്താ. ഞാൻ പവൻ, പാലക്കാടാണ്. സൂപ്പർ ഹീറോസിനൊക്കെ വേണ്ടി കാര്യം. നോം സൂപ്പർ ഹീറോ ഒന്നും അല്ല കേട്ടോ. മാവേലി, എന്റെ പേര് നിർമ്മൽ, തൃശ്ശൂരിൽ നിന്നാണ്. മാവേലിയുടെ ഒരു സംശയമുണ്ട്. ഈ മീൻ കഷ്ണം പിടിച്ചോണല്ലോ മീശ എവിടെ നിന്ന് വാങ്ങിയേ? ഇയാളുടെ സംശയം നോം രഹസ്യമായിട്ട് തീർത്തു തരാം. ചാർജായി. പറയാ, പേര് പറയാ. അനീറ്റ, ഞാൻ കൊല്ലത്തുനിന്നാ. താനിയ, കോഴിക്കോട്. കെവിൻ, കോഴിക്കോട്. നിങ്ങള് ഒരിടത്തുനിന്നല്ലേ? ഞങ്ങൾ +2 തൊട്ട് ഒന്നിച്ചാ. ഓ, അപ്പോ രണ്ടുപേരും കൂടെ എന്തോ ഉണ്ട്, പ്രണയത്തിലാണ്. അയ്യോ അല്ല, ഇവന്റെ ഭൂ ഇവളാ. ഭൂ? അതെന്തുവാ? ഭൂ മനസ്സിലായില്ലേ? ഭൂ എന്ന് പറഞ്ഞാൽ പ്രണയിനി. ഓ, ഞങ്ങൾ ബെസ്റ്റീസ് ആണ്. ഇവർ പൂക്കിയാണ്. ബെസ്റ്റീസ്? പൂക്കി? ബെസ്റ്റീസ് എന്ന് പറഞ്ഞാ തിക് ഫ്രണ്ട്സ്. ഓ, ഈ പൂക്കി ഇതെന്താ ഇത്? എന്ന് പറഞ്ഞാ ഇഷ്ടമുള്ള ഒരാള്. ഓ, അപ്പോ നിങ്ങൾ രണ്ടുപേരും പൂക്കിയാണോ? ഞങ്ങള് മൂക്കീസ് അല്ല, ഞങ്ങള് ബെസ്റ്റ് ഫ്രണ്ട്സ്. ഇവന്റെ ചിക്ക് ഇവളാ. ഓ, അയ്യോ അല്ല മാവേലി, ഇവനെ ഞാൻ ബെഞ്ചിങ്ങിൽ വെച്ചേക്കുവാ. ബെഞ്ചിങ്ങോ? അതെന്താ അത്? എനിക്ക് ഇവനോട് ഇഷ്ടക്കേടോ ഇഷ്ടക്കുറവൊന്നുമില്ല. സോ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഐ ആം കൺഫ്യൂസ്ഡ്. എന്ന് വെച്ചാ ഇട്ട് വലിപ്പിക്കാന്നാണ് ഈ അർത്ഥം. ഓ, ആകെ കുഴപ്പമായല്ലോ. ഈ തലമുറ നശിച്ചിരിക്കുന്നു. ഓ, അല്ല, ഇയാൾക്ക് പ്രണയമൊന്നും ഇല്ലേ? No way, I'm dry. ഡ്രൈയോ? അടിക്കോ? അങ്ങനെയല്ല, റിലേഷൻഷിപ്പ് ഒന്നും ഇല്ല, സിറ്റുവേഷൻഷിപ്പും ഇല്ല, ഞാൻ ഫ്ലർട്ടിങ്ങും ചെയ്യുന്നില്ല, ഒരു പരിപാടി ഇല്ല. ഗുഡ് ബോയ് ആണേ. ചുരുക്കം പറഞ്ഞ പെണ്ണില്ല. അല്ല, അപ്പം ഓണമായിട്ട് എന്താ പരിപാടി? ഒരു സ്റ്റേക്കേഷൻ. ഞങ്ങള് കൊടൈക്കനാൽ പോകാനാ പ്ലാൻ. അവിടെ എന്താ? അത് അടിപൊളി പ്ലേസ് അല്ലേ? നല്ല ലാൻഡ്സ്കേപ്പ്, നല്ല ക്ലൈമറ്റ്, പിന്നെ കിഡിലെ ഫോട്ടോസും കിട്ടും. അല്ല, അപ്പൊ ഓണമായിട്ട് അത്തപ്പൂക്കളൊക്കെ ഇട്ട് സദ്യയൊക്കെ കഴിച്ച് ആരും ആഘോഷിക്കുന്നില്ലേ? അത് ഇപ്പൊ തന്ത വൈബല്ലേ? തന്ത വൈബോ? എന്ത് വാക്കാ ഇത്? ഹ്. എന്തായാലും എന്റെ പ്ലാൻ നിങ്ങളുടെ കൂടെ ഓണം ആഘോഷിക്കുക എന്നാണ്. കൊടൈക്കനാലിലോ? അല്ല, ഇവിടെ
വീട്ടുകാരും നാട്ടുകാരും ഒന്നും അറിയാതെ ഒരുമിച്ച് താമസിക്കുകയല്ലേ. എന്തായാലും നമുക്ക് ഒരുമിച്ച് ഇവിടെ ഓണം ആഘോഷിച്ചിട്ട് മതി നിങ്ങളുടെ എങ്ങോട്ടേക്കുമുള്ള പോക്ക്. പുള്ളി ഡാർക്കാത്തുള്ള ഒരു സെക്കൻഡ്. എന്താ അതെ മാവേലി, ഞങ്ങളൊരു കാര്യം തീരുമാനിച്ച്. ഞങ്ങളൊരു കൊടൈക്കനാലിലും പോകുന്നില്ല. ഇവിടെ മാവേലി ചേട്ടൻ്റെ ഒപ്പം തന്നെ ഓണം അങ്ങോട്ട് ആഘോഷിക്കാൻ തീരുമാനിച്ചു. അതെ അതെ, നിജം നിജം. കീ കൊടുത്ത പാവേ. അപ്പോ അങ്ങനെ ആവട്ടെ. ഇത് നടപടിയാവോ? എടാ അതിനിപ്പോ എന്താണ്, നമ്മള് കഴിഞ്ഞ ക്രിസ്മസിന് നമ്മുടെ നിർമ്മലിനെ കൊണ്ട് പപ്പാനെ കുറെ പൈസ ഉണ്ടാക്കിയല്ലേ. അത് ശരിയാണ്. പക്ഷേ ഇത് ഒറിജിനൽ മാവേലിയല്ലേ, പുള്ളി സൗകര്യക്കുവോ? അതിന് പുള്ളിയോട് പറയാനില്ലല്ലോ നമ്മള്. പ്രജകളെ കാണാനാന്നും പറഞ്ഞാൽ കൊണ്ടുപോവാം. അപ്പൊ നമ്മള് പുള്ളിനെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു, പുള്ളി ഇറങ്ങി കഴിഞ്ഞാൽ പൈസ വാങ്ങിക്കുന്നു. അത് കൊള്ളാം. പിന്നില്ലാണ്ട പോടാ. എടാ ഞാൻ പറഞ്ഞതേ, നമുക്ക് അയാളുടെ മാലയും കൂടെ അങ്ങ് അടിച്ചു മാറ്റി വെക്കാം. എടാ പോയടാ, ഈ മോതിരം തന്നെ അവരോട് കഷ്ടപ്പെട്ടാണ് വാങ്ങിച്ചത്. അതെ പുള്ളിക്ക് നല്ല പവറൊക്കെ ഉള്ള മനുഷ്യനാ. നല്ല പണി കിട്ടിക്കഴിഞ്ഞാലല്ല പരലോകത്തേക്ക് വിടും നമ്മളെ അങ്ങോട്ട്. അത് കാലല്ലേ? എടാ ഇവരൊക്കെ ഒരു യൂണിവേഴ്സാണ്, കാലിനും മാവിലേക്ക്. എന്നാ അത് വിട്. നമുക്കിപ്പോ അയാളെ എങ്ങനെ യൂസ് ചെയ്യാന്നുള്ളത് അതിലേക്ക്. എടാ അത് സിമ്പിളാണ്. നമുക്ക് പുള്ളിനെ ബസ് സ്റ്റാൻഡിലും വീടുകളിലൊക്കെ കൊണ്ടുപോയി നമുക്ക് പിരിവ് നടത്താം. അതിന് ഞാൻ പറഞ്ഞ ഐഡിയ നല്ലത്. ഇവിടെ മണ്ട, അതിന് മാവേലി അങ്ങോട്ടൊന്നും കൊടുക്കൂല. പക്ഷെ അങ്ങോട്ടല്ലേ കൊടുക്കുക, ഇങ്ങോട്ട് ആരെങ്കിലും വാങ്ങോ? ചേട്ടാ നമ്മള് പുള്ളിനെ കൊണ്ട് വാങ്ങിപ്പിക്കണ്ട, നമുക്ക് വാങ്ങിക്കാലോ. പുള്ളി ഇതറിയണ്ട, പുള്ളി വീട്ടിൽ കയറി പ്രജകളെ കണ്ടിട്ട് അങ്ങ് പൊക്കോട്ടെ. മതി, നമ്മള് പുറേന്ന് പൈസ വാങ്ങിച്ചിട്ട് പുറകെ പോകുന്നു. പുള്ളി ഹാപ്പി, നമ്മള് ഹാപ്പി. അടിപൊളി. എല്ലാവർക്കും എന്റെ ഓണാശംസകൾ. പൈസ വല്ലതും ഉണ്ടോ? പൈസ വാഴയെ പോറ്റണ്ടേ? എന്തെങ്കിലും ഓക്കെ ഓക്കെ. എന്റെ പൊന്നടാ, ആ പട്ടിയെങ്ങാനും കടിച്ചിറങ്ങി പൂക്കളുടെ വിട്ട് ഇഞ്ചക്ഷൻ കൊണ്ട് പൂക്കളുള്ളത് ചത്തന്നാണ് വിചാരിച്ചത്. എന്റെ തോക്കിലാണ് ഉണ്ട്. എടാ നമ്മക്കേ ഈ വീട്ടിൽ പോയി പൈസ പിരിക്കുന്ന പരിപാടി നിർത്താം. നമുക്ക് മാവേലിനെ കൊണ്ടുള്ള റോഡിലോ ബസ് സ്റ്റാൻഡിലോ പോയി കഴിഞ്ഞാൽ ഒരാളുടെ 10 വെച്ച് കിട്ടിയാൽ മതി. ഒന്ന് ആലോചിച്ച് നോക്കി. അതാകുമ്പോൾ പട്ടിയുടെ ഉള്ളുണ്ടാവില്ല. പിന്നെ ഇതെല്ലാം വർക്കാവടാ. എനിക്ക് ഉറപ്പുണ്ട് വർക്കാവും. എന്നാ ഓക്കെ. അല്ല മാവേലി ഇവിടെ? പുള്ളിക്കാരൻ പള്ളി ഉറക്കത്തില്ല, നല്ല ക്ഷീണുണ്ട്. ഒന്നും പറഞ്ഞാൽ പറ്റില്ല. ബാ ഇപ്പൊ തന്നെ പോവാം. മാവേലി
കുറച്ചു നേരം ചെക്കനെ കാണാതിരിക്കുമ്പോഴേക്കും സഹിക്കണില്ല പണി. ഒന്ന് പോയടി, ഇതൊന്നല്ല വിശന്നിട്ടാ. ഫുഡ് വാങ്ങിക്കൊണ്ടിരാന്നല്ല അവര് പറഞ്ഞത്. ആ അത് ശരിയാണല്ലോ. ഇവിടെ 11 മണിയായി. ഇനി നമ്മളെങ്ങനെ പോയി നോക്കണം. എന്തിന്? മാവേലിക്ക് 10 മണിയുടെ ഡ്യൂട്ടി ഉണ്ട്. അത് കഴിയുമ്പോൾ പുള്ളിക്കാരൻ പൈസ ഒക്കെ മേടിച്ചിട്ട് വന്നോളൂ. പക്ഷെ എനിക്കും വിശക്കുന്നു. ദാ വരുന്ന്. എവിടെ പോയിരിക്കണോ? വിശന്നിട്ട് മേലെ എവിടെ പോയിരിക്കുമല്ലേ? കൂടാൻ നേരം. അതെ, നിന്നെ പോലെ തന്നെ ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ട്. ഞാൻ പറഞ്ഞല്ലേ ആ മോതിരം അടിച്ചു മാറ്റി വിൽക്കാന്ന്. അപ്പൊ നീ എന്നെ പറഞ്ഞ നാട്ടിലൊക്കെ നടത്തി ഈ മാവേലിനെ കൊണ്ട് തിരിഞ്ഞ് നടന്ന് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പൈസ കിട്ടുന്നു. അല്ല പിന്നെ എടാ ഒന്ന് നിർത്തി, ബോറാണിത്. കേട്ടാ തോന്നും കോടികളുടെ ബിസിനസ് ചെയ്തിട്ടിരിക്കാന്ന്. രണ്ടാളും കാണിക്കുന്ന ഉടായ്പ തന്നെയാ. അല്ലേ മദർ തെരേസമാര് വന്നേക്കുന്നു. എന്തെങ്കിലും കിട്ടിയാൽ മൊത്തം ഷെയർ അടിക്കാന്ന് തന്നെയാണ് എല്ലാവരുടെ ഡീല്. അതെ, എനിക്കൊരു കോപ്പ് വേണ്ട, ചുമ്മാ വെറുപ്പിക്കാൻ. എനിക്കും വേണ്ട. എന്നാലേ ആ രാവിലത്തെ 15,000 എനിക്ക് തന്നിട്ട് നിങ്ങൾ വേറെ വല്ലതും കിട്ടുവാണെങ്കിൽ നിങ്ങൾ എടുത്തോ. അയ്യാ, അങ്ങനെ പോലെ ഒറ്റ കൊണ്ടാക്കണ്ട. എല്ലാവർക്കും ഷെയർ ചെയ്താൽ മാത്രം മതി. അതൊന്ന് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. എന്റെ കളവ് ഐഡിയല്ലേ, അത് ഞാൻ തിന്നോളാം കേട്ടോ. ആ, നീ ഒറ്റ കൊണ്ടാക്കുന്നത് കാണുമല്ലോ. എന്താ ഇതൊക്കെ? ഇപ്പൊ തന്നെ ഞാൻ വന്ന് 2 ദിവസം കഴിയും മുന്നേ നിങ്ങൾ എന്റെ മോതിരം മോഷിച്ചില്ലേ? നിങ്ങളെ ഞാൻ എന്റെ മക്കളെ പോലെ കണ്ടത്. അതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞില്ല. ഇന്നലെ നിങ്ങൾ എല്ലാവരും കൂടി എന്നെ പല വീടുകളിലും കയറ്റി പൈസ പിരിച്ചില്ലേ? എന്നിട്ട് ഞാൻ വല്ലതും പറഞ്ഞോ? ഇന്ന് എന്നെ റോഡുകളിൽ കൊണ്ടുപോയി നിങ്ങൾ കാശുണ്ടാക്കിയില്ലേ? ഇത്രയൊക്കെ നിങ്ങൾ എന്നോട് ചെയ്തിട്ടും നിങ്ങളോട് ആരോടെങ്കിലും ഞാൻ ദേഷ്യപ്പെടുകയോ വഴക്കടിക്കുകയോ ചെയ്തോ? നിങ്ങളൊക്കെ പരസ്പരം സ്നേഹിക്കുന്ന കുട്ടികളാണെന്ന് എനിക്കറിയാം. കഴിഞ്ഞ ദിവസം തന്നെ നിർമ്മലിന് റെന്റ് കൊടുക്കാൻ കാശില്ലാത്തപ്പം അത് കൊടുത്ത ഈ കെവിനല്ലേ? അല്ലേ? അതുപോലെ തന്നെ ഈ കെവിന്റെ അമ്മയ്ക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട വന്നപ്പം കൂടത്തെ വന്നത് ഈ നിർമ്മലല്ലേ? അപ്പൊ നിങ്ങൾക്കൊക്കെ സ്നേഹിക്കാൻ അറിയാം അല്ലേ? അല്ല എന്താ? എന്നാ പിന്നെ നിങ്ങൾക്കൊരു സോറി പറഞ്ഞ് അവസാനിപ്പിച്ചൂടെ? മടിക്കണ്ട, പറഞ്ഞു. എന്തിനാ? അത് സോറിയിലൊന്നും തീരുവല്ല. ഇതിന് പ്രത്യുപകാരമായി നിങ്ങൾ എന്നെ സന്തോഷിപ്പിച്ചേ മതിയാവും. നമ്മൾ എല്ലാവരും കൂടെ കൂടി ചേർന്ന് ഇവിടെ ഓണം ആഘോഷിക്കണം. എന്താ? പാതിരാപ്പൂ വേണം, പാതിരാരാവു വേണം, പാതിരാപ്പൂ വേണം, പാതിരാരാവു വേണം, പാടിക്കളിക്കുവാനായാലിമാർ വേണം, തുഴക്കാരമ്പതു വേണം, തോണികളായിരമായിരം വേണം, കായലിലോളം തുള്ളുമ്പോൾ പാതിരാപ്പൂ വേണം, പാതിരാരാവു വേണം, പാതിരാപ്പൂ വേണം, പാതിരാരാവു വേണം, പാടിക്കളിക്കുവാനായാലിമാർ വേണം, തുഴക്കാരമ്പതു വേണം, തോണികളായി. ആലായാൽ തറ വേണം, അടുത്തോരമ്പലം വേണം, ആലിന്നു ചേർന്നൊരു കുളവും വേണം.
ஆச்சு பட்டன்னு பார்த்தாலே பல்ஸ் தும் பாடி கொட்டுபா மீன் எல்லாம் கூத்தாடுமே ஊதுறாத. ഡബിൾ ഹാപ്പി. പക്ഷേ നിങ്ങളൊന്നും ഇനി വഴക്ക് കൂടരുത് കേട്ടോ. ആ, അപ്പോ എനിക്ക് പോവാൻ സമയമായി. ഞാൻ പോകട്ടെ. പിടിക്കാ. അയ്യോ എങ്ങോട്ട്? എനിക്ക് തിരിച്ചു പോകണം. എനിക്കിവിടെ എപ്പോഴും നിൽക്കാൻ പറ്റില്ല. അയ്യോ അപ്പൊ ഇനി എന്ന് വരും? നോക്കാം. എന്നാ മാവേലി ഒന്ന് കണ്ണടയ്ക്കോ? എന്തിനാ? ഒന്ന് കണ്ണടയ്ക്ക്. ആ, അടച്ചിരിക്കണു. ആ, ഒരു സെക്കൻഡേ. കണ്ണു തുറക്കല്ലേ. പറയാ. കയ്യൊന്ന് നീട്ടിക്ക്. കൈ നീട്ടണോ? ആ, ഹൈ. എന്നാ പിടിച്ചോളാ. ആ, ഇതെന്താ? എന്റെ മോതിരോ? ആ, കൊള്ളാം, മിടുക്കൻ. അല്ല, എന്താ പറയണേ? ഓ, നിങ്ങൾ എന്നെ കുറെ കടകളിലും വീടുകളിലും എല്ലാം കയറ്റി പൈസ പിരിച്ചതല്ലേ? ഞാനെല്ലാം അറിയുന്നുണ്ട്. എന്തായാലും കുഴപ്പമില്ല. നമ്മളെ സന്തോഷിപ്പിക്കാൻ നിങ്ങൾ കുറെ കഷ്ടപ്പെട്ടതല്ലേ? അതിന്റെ കണക്ക് ഞാനിത് കൂട്ടിക്കോളാം. പക്ഷേ ഒരു കാര്യം, നിങ്ങളെല്ലാവരും ഇത് കഴിഞ്ഞ് തിരിച്ച് വീടുകളിൽ ചെന്ന് അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ഓണം ആഘോഷിച്ചോണം. ഇതെന്റെ ഉത്തരവാണ്. അതെ മാവേലി, ഞങ്ങൾക്ക് പക്ഷെ ഒരു റിക്വസ്റ്റ് ഉണ്ട്. എന്താ പറയാ? ഞങ്ങൾക്ക് എല്ലാവർക്കും മാവേലിയായിട്ടൊരു സെൽഫി എടുക്കണം. ആവാം. സന്തോഷമായില്ലേ? ഞാനും പൂക്കിയായല്ലേ? ഞാനതിൽ ഓക്കെ അല്ലായിരുന്നു, ഒന്നുകൂടെ എടുക്കണായിരുന്നു. നീ ഓക്കെയാടി. കൊള്ളാം കൊള്ളാം, നല്ല രസമുണ്ട്. നന്നായിട്ടുണ്ടല്ലോ. മാവേലി കണ്ടോ? മാവേലി ഇതിലില്ല. അപ്പൊ അത് ശരിക്കും മാവേലിയായിരുന്നല്ലേ? എന്തായാലും നമുക്ക് നേരിട്ട് കാണാനുള്ള ഭാഗ്യം കിട്ടിയില്ലേ? അത് മതി. അതെ 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 അതെ. അപ്പൊ നമ്മളെ കണ്ടുള്ളൂ, നമ്മള് മാത്രമേ കണ്ടുള്ളൂ.